ഞങ്ങൾ തല്ലുകൊള്ളാൻ വേണ്ടി അമ്മ പെറ്റ മക്കളൊന്നുമല്ല, അത് മനസ്സിലാക്കുക. CPM-ന്റെ അമ്മമാരൊക്കെ പോലീസിന് തല്ലുകൊള്ളാൻ വേണ്ടി പ്രസവിച്ചത്. പോലീസിൽ ചേർന്നവരൊക്കെ അവരുടെ അമ്മമാര് പ്രസവിച്ചതൊക്കെ CPM-ന്റെ ആളുകളെ തല്ലാൻ വേണ്ടിയിട്ടുള്ള പോലീസ്. ആ ധാരണ വേണ്ട. നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും കുട്ടിയും കുടുംബവും ഉണ്ട്. ഞങ്ങളെ തല്ലിച്ചതയ്ക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കരുത്തക്കത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇനിയുണ്ട്. അതൊന്നും തോന്നു പോയിട്ടില്ല. എനിക്കും വീടുണ്ട്, കുട്ടിയുണ്ട്, കുടുംബമുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, പിന്നെ ഞങ്ങൾക്കുള്ള ചങ്കൂറ്റം നിങ്ങൾക്കില്ല എന്നുള്ളത് മനസ്സിലാക്കോ. ഞങ്ങൾക്ക് കാക്കിയിട്ടുള്ള ചങ്കൂറ്റമല്ല, ഞങ്ങൾ ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ച അനുഭവത്തിൽ നിന്ന് കിട്ടിയ ചങ്കൂറ്റമാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, ഈ പ്രതിഷേധ മാർച്ചിൽ ഒരു വിശദമായ പ്രസംഗം നടത്താനല്ല ഉദ്ദേശിക്കുന്നത്. ഇന്നലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ഉണ്ടായ അക്രമ സംഭവങ്ങളെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ തങ്ങളോട് സംസാരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഫലം മെയ് 4 ഇന്നലെയാണ് പുറത്തു വന്നത്. അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായും ജയിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആഹ്ലാദ പ്രകടനം നടത്തുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ശീലമുള്ളതാണ്. അതുപോലെ തന്നെ എതിരാളികൾ നടത്താറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജില്ലയിൽ വിക്ടോറിയ കോളേജിൽ വോട്ട് എണ്ണിക്കഴിഞ്ഞ് അതിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി വിജയിച്ചിട്ടുള്ള നമ്മുടെ തരൂർ MLA, അതുപോലെ ആലത്തൂര്, നെന്മാറ, മലമ്പുഴ, ഈ 4 സഖാക്കളെയും പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് വെച്ച് സ്വീകരിച്ചതിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഞങ്ങളെല്ലാവരും, അതായത് ഞാനുണ്ടായിരുന്നു, CK രാജേന്ദ്രൻ ഉണ്ടായിരുന്നു, NN കൃഷ്ണദാസ് ഉണ്ടായിരുന്നു, ഇതെല്ലാവരും പിരിഞ്ഞു പോകാനുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് അതാത് മണ്ഡലങ്ങളിൽ ജയിച്ച ആളുകൾ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി പറയുക എന്നുള്ളതാണ് പിന്നെ അടുത്ത ഒരു ജോലി അവരുടെ. അവർക്കെല്ലാം നിർദ്ദേശം കൊടുത്ത് ഞങ്ങളെല്ലാവരും പിരിഞ്ഞു പോവുകയാണുണ്ടായത്. എന്നാൽ ഇന്നലെ UDF-ന്റെ പാലക്കാടിൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥിയുടെ ആഹ്ലാദ പ്രകടനം വിക്ടോറിയ കോളേജിന്റെ പരിസരത്ത് നിന്ന് ആരംഭിച്ച് പാർട്ടി ഓഫീസിന്റെ DC ഓഫീസിന്റെ മുൻവശത്ത് എത്തിച്ചേരുകയാണ്. സ്വാഭാവികമായും എല്ലാ സമയത്തും ഇത്തരം പ്രകടനം വരുമ്പോൾ വളരെ ശുഷ്കമായ ഒരു സംഘമാണ് അല്ലെങ്കിൽ സഖാക്കളാണ് നമ്മുടെ DC ഓഫീസിൽ ഉണ്ടാവുക. കാരണം നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു 10ഓ 25ഓ ചെറുപ്പക്കാർ സാധാരണഗതിയിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ താമസിക്കുന്ന SFIയുടെ കുട്ടികളാണ് കുറെ അധികം ഉണ്ടായിരുന്നത്. പിന്നെ പാലക്കാട് ടൗണിലെ DYFIന്റെ കുറച്ച് കുട്ടികൾ. സാധാരണഗതിയിൽ ഏത് പ്രകടനങ്ങൾ പോകുമ്പോഴും നമ്മളൊരു കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുമല്ലോ ഒരു പരിസരത്ത്. ഇതിപ്പോ നമ്മുടെ പ്രകടനം വരുമ്പോൾ ഈ കടവീതികളുടെ ആളുകളെല്ലാം നോക്കി നിന്നല്ലോ, അതുപോലെ നോക്കി നിൽക്കുക. ആ സമയത്താണ് വളരെ അതിഭയാനകമായ സ്ഫോടനത്തോടുകൂടി നമ്മുടെ പാർട്ടി ഓഫീസിനകത്ത് ഒരു ശബ്ദത്തോടുകൂടി ഒരു സ്ഫോടനം നടക്കുന്നു. ആ സ്ഫോടനം നടന്നപ്പോ അതിന് ആ സംഭവത്തിനിടയാക്കിയ ചെറുപ്പക്കാരനെ പോലീസ് ജീപ്പിനകത്തേക്ക് കയറ്റി. UDF-ന്റെ പ്രവർത്തകനാണ്, ലീഗിന്റെ പ്രവർത്തകനാണ്, അതെല്ലാം CCTV-യിൽ വ്യക്തമാണ്. അപ്പൊ ആ പ്രവർത്തകനെ പോലീസ് ജീപ്പിൽ കയറ്റിയപ്പോ ആ പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കിവിടണമെന്ന് UDF-ന്റെ ആളുകൾ പോലീസുമായി തർക്കമുണ്ടായി. ആ തർക്കം പിന്നീട് നമ്മുടെ ആഫീസിലേക്കാണ് പിന്നെ കല്ലേറ് വരുന്നത്. പോലീസുമായിരുന്ന തർക്കം അവരല്ലേ തീർക്കേണ്ടത്. അതിന് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കല്ലെറിഞ്ഞുകൊണ്ട് തീർക്കോ? അങ്ങനെ കല്ലേറുണ്ടായപ്പോ സ്വാഭാവികമായിട്ടും ഉള്ള സഖാക്കൾ
CPM-ന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിനെ സംരക്ഷിക്കാൻ ജീവൻ കൊടുത്തും സംരക്ഷിക്കാൻ തയ്യാറായിട്ടുള്ളവരാണല്ലോ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളവര്. അതിലാരും ഒരു മാറ്റമില്ലാത്തവരാണ്. അതുകൊണ്ട് നിലവിലുള്ള സഖാക്കൾ അതിനെ ചെറുക്കുകയുണ്ടായി. ആ സമയത്താണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് കൃഷ്ണദാസ് കയറി വരുന്നത്. കൃഷ്ണദാസ് കയറി വരുമ്പോ പോലീസും ഈ ചെറുപ്പക്കാരുമായിട്ട് ഒന്നും തള്ളി നിൽക്കുകയാണ്. നേതൃത്വം എന്ന നിലയ്ക്ക് സഖാവ് നമ്മുടെ സഖാക്കളെ പാർട്ടി ഓഫീസിനകത്ത് കയറ്റുകയും പോലീസിനെ ഓഫീസിനകത്ത് പുറത്താക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് വെച്ച് അതിമൃഗീയമായ രീതിയിൽ 3 സഖാക്കളെ തല്ലിച്ചവച്ചു. SFIയുടെ പിള്ളേർ, SFIയുടെ കുട്ടികൾ. അതിന് മാത്രം എന്ത് പ്രകോപനമാണ് ഞങ്ങളുടെ ഭാഗത്തുണ്ടായത്? അത് പോലീസ് മനസ്സിലാക്കണ്ടേ? പോലീസിന്റെ ഭാഷ്യം ഇപ്പോ UDF-ന്റെ ആളുകളിൽ നിന്നും രക്ഷിക്കാനാണ് ഞങ്ങളത് ചെയ്തതെന്നാണ്. പോലീസുകാരൊന്ന് മനസ്സിലാക്കുക, ഞങ്ങൾക്ക് ഭരണമുണ്ടാകുമ്പോഴും ഭരണമില്ലാതിരിക്കുമ്പോഴും UDF-ന്റെയും RSS-ന്റെയും പക്കൽ നിന്നൊന്നും രക്ഷിക്കേണ്ട ഗതികേട് പോലീസിനെ ഉപയോഗിച്ചുണ്ടായിട്ടുള്ള ഒരു ചരിത്രവും പാർട്ടിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പോലീസിന്റെ ഒത്താശ ഞങ്ങൾക്ക് വേണ്ട. 10 വർഷക്കാലം ഞങ്ങൾ ഈ കേരളം ഭരിച്ചപ്പോ അന്യായമായി എന്തെങ്കിലും ഒരു ആവശ്യപ്പെട്ടതായി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് പറയാൻ പറ്റുമോ? CPM ഏതെങ്കിലും ഒരു അന്യായ കാര്യത്തിന് നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടോ? ഉണ്ടായ ചരിത്രമുണ്ടാവില്ല. അതാണ് CPM-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് നയം. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്. ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ കാലം അത്രയും പ്രവർത്തിച്ചത്. ഞങ്ങൾ ഒരു അന്യായമായ കാര്യത്തിനും ഒരു പോലീസ് സ്റ്റേഷനിലും കയറി പോയിട്ടില്ല. ഒരു അന്യായമായ കാര്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും സ്വാധീനിച്ച് നടത്തിയിട്ടില്ല. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഞങ്ങളുടെ ഒരു പ്രതിയെ മാറ്റാനോ മറിക്കാനോ വേണ്ടി ആവശ്യപ്പെട്ട ചരിത്രം ഞങ്ങൾക്കില്ല. ഇതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ രീതി. ആ രീതിയുള്ള ഒരു പാർട്ടി ഓഫീസിലേക്ക് നിങ്ങള് ഒരുതരം തെരുവ് ഗുണ്ടകളെ പോലെ പോലീസ് ഇരച്ചു കയറുക, എന്നിട്ട് ഞങ്ങളുടെ സഖാക്കളെ മർദ്ദിക്കുക. ഇതെല്ലാം പോലീസിന് ആവശ്യമുണ്ടോ? ഇവിടെ ഒരു DYSP ഉണ്ട് അത്രേ. ഇപ്പൊ തന്നെ ഞാൻ അവരുടെ പേരോ മറ്റൊന്നും പറയുന്നത്, കാരണം കുറെ കാലം ഉണ്ടല്ലോ, നമുക്ക് കാണാലോ, പല തെരുവീതികളിലും വെച്ച് കാണാലോ. ഇനിയുണ്ടല്ലോ സമയം. അങ്ങനെയൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞ് വലുതാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു DYSP-യും അതുപോലെ തന്നെ നോർത്തിലൊരു SI-യും എവിടുന്നോ വന്നിടത്തിലാണ്. അതായിക്കോട്ടെ, എവിടുന്ന് വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങൾ തല്ലുകൊള്ളാൻ വേണ്ടി അമ്മ വെച്ച മക്കളൊന്നുമല്ല. അത് മനസ്സിലാക്കുക. CPM-ന്റെ അമ്മമാരൊക്കെ തല്ലുകൊള്ളാൻ, പോലീസിന് തല്ലുകൊള്ളാൻ വേണ്ടി പ്രസവിച്ചവർ, പോലീസിൽ ചേർന്നവരൊക്കെ അവരുടെ അമ്മമാര് പ്രസവിച്ചതൊക്കെ CPM-ന്റെ ആളുകളെ തല്ലാൻ വേണ്ടിയിട്ടുള്ള പോലീസ്. ആ ധാരണ വേണ്ട. നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും കുട്ടിയും കുടുംബമുണ്ട്. ഞങ്ങളെ തല്ലിച്ചതയ്ക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കരുത്തക്കത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇനിയുണ്ട്. അതൊന്നും തോന്നു പോയിട്ടില്ല. പണ്ട് പോലീസിന്റെ നെയിം പ്ലേറ്റ് ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ഞങ്ങളെ തല്ലുക. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഉണ്ടോ? CCTV-യിൽ ഞങ്ങളെ തല്ലുന്ന ഫോട്ടോ പോലെ തന്നെ പോലീസുകാരൻ നിന്റെ ഫോട്ടോയും പതിഞ്ഞിട്ടുണ്ട് അവിടെ. അത് മനസ്സിലാക്കുക. എനിക്കും വീടുണ്ട്, കുട്ടിയുണ്ട്, കുടുംബമുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, പിന്നെ ഞങ്ങൾക്കുള്ള ചങ്കൂറ്റം നിങ്ങൾക്കില്ല എന്നുള്ളത് മനസ്സിലാക്കോ. ഞങ്ങൾക്ക് കാക്കിയിട്ടുള്ള ചങ്കൂറ്റമല്ല. ഞങ്ങൾ ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ച അനുഭവത്തിൽ നിന്ന് കിട്ടിയ ചങ്കൂറ്റമാണ്. അതുകൊണ്ട് അതൊന്നും പേടിപ്പിക്കണ്ട. നിങ്ങൾ ഇന്നലെ തന്നെ ഈ ജാതി ഒന്നിന്റെ നിറമാറുന്നൊക്കെ ഞങ്ങൾക്ക് പണ്ടേ അറിയാം. പോലീസ് അതാണല്ലോ ജാതി. പോലീസ് ഒരു കാലത്തും ഞങ്ങളെ താലോലിച്ച ചരിത്രം ഉണ്ടായില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങള് മാന്യമായി പെരുമാറാൻ പഠിക്കുക. ഞങ്ങളൊരു കാര്യത്തിലും അങ്ങോട്ട് കയറി വരില്ല. ഇനി ഞങ്ങളെ എങ്ങോട്ട് കയറിയാൽ ഞങ്ങൾ വിടുവില്ല. അത് മനസ്സിലാക്കുക. ഞങ്ങളിപ്പോ ഞാനിന്നിപ്പോ ഒരു ചാനലുകാർ വന്ന് ചോദിച്ചോ പറഞ്ഞല്ലോ, ഞങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ വളരെ സംയമനം പാലിച്ചിട്ടാ സംസാരിക്കുക, അല്ലെ? കാരണം ഗവൺമെന്റിന് യാതൊരു വേർലും ഏൽക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് വലിയ ഉത്തരവ്, പോലീസിനേക്കാൾ ഉത്തരവാദിത്തമാണ്. ഇനി ഞങ്ങൾക്ക് മുകളിൽ ആകാശം താഴെ ഭൂമിയേ ഉള്ളൂ. അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി മാന്യമായി പെരുമാറുക. ഇതൊന്നും വെല്ലുവിളിയോ മറ്റൊരു തരത്തിൽ എടുക്കേണ്ട. പോലീസുകാര് മാന്യമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ആ മാന്യതയോടുകൂടി നിങ്ങൾ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. UDF-ന്റെ ഗുണ്ടകളെ പോലെ
UDFന്റെ വീട്ടിൽ പണിക്ക് പോകുന്ന ആളുകളെ പോലെ പോലീസുകാർ മാറരുത്. 10 വർഷക്കാലത്ത് പിണറായിന്റെ സർക്കാരിലെ പോലീസ് നയം ഈ പോലീസ് സേന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പോലീസ്. ആ രീതിയിൽ നിന്നും കേവലം UDFന്റെ ഗുണ്ടകളെ പോലെ, കോൺഗ്രസിന്റെ ചട്ടമ്പികളെ പോലെ പോലീസ് പെരുമാറിയാൽ ആ ചട്ടമ്പികളെയെല്ലാം എല്ലാ കാലത്തും നിലയ്ക്ക് നിർത്തിയ പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുണ്ട്. അത് ഞങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. അത് മനസ്സിലാക്കി ഈ ഇന്നലെ നടന്നിട്ടുള്ള പാർട്ടി ഓഫീസ് ആക്രമണം തികച്ചും അന്യായമായിട്ടാണ് ഞങ്ങളുടെ ഓഫീസിനകത്ത് കയറി വളരെ മോശമായി പോലീസ് നടത്തിയിട്ടുള്ള ഒരു ലാത്തിച്ചാർജ്. ആ ലാത്തിച്ചാർജ് UDFന് വേണ്ടി ഒരു ഡിവൈഎസ്പി അറിയാത്രേ, പാർട്ടി ഓഫീസിന് മുമ്പിൽ നിന്ന് കുറച്ച് പ്രകടനമൊക്കെ കളിച്ചിട്ട് പോയാൽ മതി. ആരാ പറയുന്നത്? DSP. അങ്ങനെയൊക്കെ ഒരു മനസ്സില് തോന്നലും ആ ഒരു മനോനിലയിലാണ്. അങ്ങനെ എന്തെങ്കിലുമാണ് നിങ്ങളുടെ മനസ്സ് എങ്കിൽ അത് മാറ്റുക, വേഗം മാറ്റുക. പാലക്കാട് ജില്ലയിൽ കാണിക്കാൻ നിൽക്കണ്ട. കേരളത്തിലാകെ ഈ തിരിച്ചടി ഉണ്ടാകുമ്പോഴും പാലക്കാട് ജില്ലയില് 7 സീറ്റ്, ബഹുഭൂരിപക്ഷം സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ പോരാളികളെ വിജയിപ്പിച്ച പാരമ്പര്യ ഇന്നലെ. അതുകൊണ്ട് ഞങ്ങളുടെ ജനസ്വാധീനത്തിന് ഒരു ഇടിവും ഇപ്പൊ വന്നിട്ടില്ല. ആ ജനപിന്തുണ വെച്ച്, ആ ജനശക്തി വെച്ച് നിങ്ങളെല്ലാം ശരിയായ രീതിയിൽ തന്നെ ഈ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതിഷേധ മാർച്ചുകളും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലൂടെ നിലയ്ക്ക് നിർത്താൻ ഞങ്ങളുടെ പാർട്ടിക്കും ഈ നാട്ടിലെ ബഹുജനങ്ങൾക്കും കഴിയും. ആ രൂപത്തിലേക്ക് പോലീസ് പോകേണ്ടതില്ല. ആ രൂപത്തിലേക്ക് ഞങ്ങളുടെ നിലപാട് മാറേണ്ടതില്ല. നിങ്ങൾ ന്യായമായി നിലപാടെടുത്താൽ ആ ന്യായത്തിന്റെ ഒപ്പം തന്നെയായിരിക്കും ഈ ജില്ലയിലെ പ്രസ്ഥാനം, മറ്റേ CPM. അതിലൊരു മാറ്റവും വേണ്ട. ആ രൂപത്തിൽ നല്ല നിലയിലേക്ക് പോകണം എന്നുള്ളതാണ് ഞങ്ങളോട് ഇപ്പോ ഇന്നലത്തെ ഒരു മറ്റേ ഓഫീസ് ആക്രമണത്തിൽ പ്രതിഷേധം എന്ന നിലയ്ക്ക് എനിക്ക് അറിയിക്കാനുള്ളത്. ഇനി ഇതിൽ നിന്ന് തെറ്റിയാൽ ഞാൻ അപ്പോഴും സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇനിയും സമയങ്ങളുണ്ട്, ഒരുപാട് സമയമുണ്ട്. നമുക്ക് നല്ല രൂപത്തിൽ തെരുവിൽ വെച്ച് കാണേണ്ടതാണെങ്കിൽ കാണാം. എവിടെ വെച്ചും എങ്ങനെ കാണണമെങ്കിലും ആ രൂപത്തിൽ കാണാനും ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. അതിലൊന്നും ഒരു കൂശലോ ഒരു ഭയമോ ഒന്നുമില്ലാത്തവരാണ് ഈ കേരളത്തിലെയും പാലക്കാട് ജില്ലയിലും CPMന്റെ പ്രവർത്തകർ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ വെറുതെ ഒരു ഫോൺ കാൾ ചെയ്യുമ്പോഴേക്കും കൂടെ ആയിരക്കണക്കിന് ആളുകൾ കൂടിയത്. ഞങ്ങളുടെ ഓഫീസിലേക്ക് ഒരു കല്ല് വീണു എന്ന് പറയുമ്പോൾ ഈ രൂപത്തിലാണെങ്കിൽ ഞങ്ങളുടെ ആരുടെയെങ്കിലും ദേഹത്ത് വല്ലാതെ മുറിവേറ്റാൽ എന്തായിരിക്കും സ്ഥിതി നിങ്ങൾക്കറിയാലോ. കൂത്തുപറമ്പിൽ 5 പേരെ വെടിവെച്ചിട്ടപ്പോ ഒരു പോലീസുകാരൻ കേരളത്തിൽ വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതൊക്കെ തന്നെ ഓർപ്പിക്കുന്നില്ല. അത്തരത്തിലേക്കൊന്നും കിടക്കാതെ നമുക്ക് നല്ല നിലയ്ക്ക് തന്നെ ഈ കാര്യങ്ങൾ ന്യായമായി തന്നെ പോകണമെന്നാണ് CPMന്റെ പാലക്കാട് മറ്റേ ജില്ലാ നേതൃത്വം ആഗ്രഹിക്കുന്നത്. ആ നിലയ്ക്ക് പോകുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത്. നാടിന്റെ ക്രമസമാധാന നില നിങ്ങളെക്കാളും പ്രാധാന്യത്തോട് കാണുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ. ആ രൂപത്തിലേക്ക് നമുക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റ് വിശദീകരണങ്ങളൊന്നുമില്ല. ഇവിടെ അവർക്ക് ഒത്താശ ചെയ്ത് പോലീസും കൂടി CPM DC ഓഫീസിനെതിരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന്റെ പിറകിൽ കടന്നു വരുന്നത്. ജാതിമത വർഗീയ ശക്തികളുടെയും പണച്ചാക്കുകളുടെയും നുണച്ചാക്കുകളുടെയും ബലത്തിൽ അധികാരത്തിൽ വന്ന് അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനെതിരെ ഇന്നലെ നടത്തിയ കോൺഗ്രസ് ലീഗ് പോലീസ് തേർവാഴ്ചക്കെതിരെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള CPMന്റെ മാർച്ചാണ് ഈ വാഹനത്തെ പിറകിൽ കടന്നു വരുന്നത്. കടുത്ത പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അധികാരത്തിന്റെ ലഹരിയിൽ ഇന്നലെ വൈകുന്നേരം കോൺഗ്രസ് ഗുണ്ടകളും ലീഗും അവർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് പോലീസും നടത്തിയ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനെതിരെ നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ തല്ലിച്ചാച്ചൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തെ പിറകിൽ കടന്നു വരുന്നത്. ജാതിമത വർഗീയ ശക്തികളുടെയും പണച്ചാക്കുകളുടെയും നുണച്ചാക്കുകളുടെയും നുണകളുടെയും പിൻബലത്തിൽ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഭരണം പിടിച്ചെടുത്തതിന്റെ ലഹരിയിൽ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കോൺഗ്രസ് ലീഗ് ഗുണ്ടകളുടെയും അവർക്ക് ഒത്താശ ചെയ്ത പോലീസിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വരുന്നത്.
ഞങ്ങളുടെ ചോരയും ജീവനുമായ ഞങ്ങളുടെ ഹൃദയമായ പാർട്ടി ഓഫീസിനെ ആക്രമിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-ന്റെ പ്രവർത്തകർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള മാർച്ചാണ് ഈ വാഹനത്തിൽ പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അധികാരം ലഭിച്ചതിന്റെ ലഹരിയിൽ ആവേശത്തിൽ കോൺഗ്രസ് ഗുണ്ടകളും ലീഗുകളും അവർക്ക് ഒത്താശ ചെയ്യുന്ന കുറച്ച് പോലീസും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനെതിരെ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തെ പിറകിൽ ഇതാ കടന്നു വരികയാണ്. ഞങ്ങൾ തോറ്റിട്ടേ ഉള്ളൂ, ഞങ്ങൾ എവിടെയും പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-ന്റെ പ്രവർത്തകർ ഇന്നലെ കോൺഗ്രസ് ഗുണ്ടകളും ലീഗും ചേർന്ന് നടത്തിയ അവർക്ക് ഒത്താശ ചെയ്ത പോലീസും ചേർന്ന് CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനെതിരെ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തെ പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ജാതി മത വർഗീയ ശക്തികളുടെയും നുണച്ചാക്കും പണച്ചാക്കും ഇറക്കേണ്ടി ലഭിച്ച അധികാരത്തിന്റെ ലഹരിയിൽ CPIM-ന് നേരെ ആക്രമണത്തിൽ വന്നാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്ത് വില കൊടുത്തും CPIM-ന്റെ ഓഫീസിന് നേരെ കയ്യോങ്ങിയാൽ കയ്യും കെട്ടിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള CPIM പ്രവർത്തകരുടെ കടുത്ത പ്രതിഷേധത്തിന്റെ മാർച്ചാണ് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം അധികാരം ലഭിച്ച ലഹരിയിൽ ആവേശത്തിൽ കോൺഗ്രസ് ഗുണ്ടകളും ലീഗുകാരും ചേർന്ന് അതിനൊപ്പം കൂട്ടുചേർന്ന് പോലീസും ചേർന്ന CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ അഴിച്ചുവിട്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള CPIM-ന്റെ പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തെ പ്രകൃതി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ചോരയും ജീവനും ഹൃദയവുമായ ഓഫീസുകൾക്ക് നേരെ കല്ലെറിഞ്ഞാൽ ആക്രമിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-ന്റെ പ്രവർത്തകർ പ്രതിഷേധം നടത്തുകയാണ്. CPIM-ന്റെ ഓഫീസ് ആക്രമിച്ച കോൺഗ്രസ് ലീഗ് ഗുണ്ട അതിന് കൂട്ടിയേർന്ന പോലീസിന്റെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള മാർച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ യാതൊരു കാര്യവുമില്ലാതെ തല്ലിച്ചയച്ച പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള മാർച്ച് ഈ വാഹനത്തെ പിറകിൽ കടന്നു വരികയാണ്. ഞങ്ങൾ തൽക്കാലം തോറ്റിട്ടേ ഉള്ളൂ, ഒലിച്ചു പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയായ പാലക്കാട് ജില്ലയിൽ പാലക്കാട് CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനെതിരെ ഇന്നലെ കോൺഗ്രസ് ഗുണ്ടകളും ലീഗും കൂട്ടുചേർന്ന് പോലീസും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് UDF-ന്റെ ഗുണ്ട ആക്രമണ രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPIM-ന്റെ പ്രവർത്തകർ ഈ വാഹനത്തെ പ്രകൃത മാർച്ചായി പ്രതിഷേധ മാർച്ചായി കടന്നു വരികയാണ്. ജാതി മത വർഗീയ ശക്തികളുടെയും പണച്ചാക്കുകളുടെയും നുണച്ചാക്കുകളുടെയും ബലത്തിൽ താൽക്കാലികമായി അധികാരം ലഭിച്ച UDF ലീഗ് ഗുണ്ടാ സംഘം പോലീസിന്റെ ഒത്താശയോടെ ഇന്നലെ നടത്തിയ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിനെതിരെ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPIM-ന്റെ പ്രവർത്തകർ ഈ വാഹനത്തെ പിറകിലായി കടന്നു വരികയാണ്. പ്രതിഷേധ മാർച്ചായി പ്രതിഷേധ കൊടുങ്കാറ്റായി CPIM-ന്റെ ഓഫീസിനെതിരെ കൈയോങ്ങിയാൽ കല്ലെറിഞ്ഞാൽ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നത് പ്രഖ്യാപിച്ചുകൊണ്ട് CPI-ന്റെ പ്രവർത്തകർ നടത്തുന്ന മാർച്ചാണ് ഈ വാഹനത്തെ പിറകിൽ കടന്നു വരുന്നത്. തൽക്കാലം അന്ന് തോറ്റെന്ന് കരുതി ഞങ്ങളുടെ കനലിനെ ആളിക്കത്തിക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തോറ്റിട്ട് ഒലിച്ചു പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-ന്റെ പാലക്കാട് ഇടതുപക്ഷത്തിന്റെ കോട്ടയായ പാലക്കാട് ജില്ലയിൽ CPIM-ന്റെ ഓഫീസിനെതിരെ വിജയത്തിന്റെ മറവിൽ ഇന്നലെ കോൺഗ്രസ് ഗുണ്ടകളും ലീഗും കൂട്ടുചേർന്ന പോലീസും നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPIM-ന്റെ പ്രവർത്തകർ ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ആ പ്രതിഷേധമാണ് ഈ വാഹനത്തെ പിറകിലായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ജാതി മത വർഗീയ ശക്തികളുടെയും ഗുണച്ചാക്കുകളുടെയും പണച്ചാക്കുകളുടെയും പിൻബലത്തിൽ താൽക്കാലികമായി അധികാരം ലഭിച്ചതിന്റെ ലഹരിയിൽ ഇന്നലെ വൈകുന്നേരം UDF ഗുണ്ടാ സംഘം ലീഗും കോൺഗ്രസും പോലീസും ചേർന്ന് പാലക്കാട് ഇടതുപക്ഷത്തിന്റെ കോട്ടയായ പാലക്കാട് ജില്ലയിലെ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനെതിരെ കല്ലെറിഞ്ഞ ആക്രമിച്ച നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ ആളിക്കത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-ന്റെ പ്രവർത്തകർ ഈ വാഹനത്തിന് പിറകിൽ മാർച്ചായി കടന്നു വരികയാണ്. CPIM-ന്റെ ഓഫീസിനെതിരെ കൈയോങ്ങിയാൽ കല്ലെറിഞ്ഞാൽ കയ്യും കെട്ടിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-ന്റെ ഉശിരന്മാർ ഇടതുപക്ഷത്തിന്റെ കോട്ടയായ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കോൺഗ്രസ് ഗുണ്ടകളുടെയും
താൽക്കാലികമായി ലയിച്ചു കയറിയതിന്റെ അധികാര ലഹരിയിൽ ഇന്നലെ വൈകുന്നേരം CPIM-ന്റെ പാലക്കാട് ഇടതുപക്ഷത്തിന്റെ കോട്ടയായ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിനെതിരെ കോൺഗ്രസ് ഗുണ്ടകളും ലീഗുകാരും കൂട്ടുനിന്ന് പോലീസും ചേർന്ന് നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ യാതൊരു കാര്യവുമില്ലാതെ തല്ലിച്ചതച്ച പോലീസിന്റെ കിരാത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തെ പിറകിൽ കടന്നു വരികയാണ്. ഇടതുപക്ഷത്തിന്റെ കോട്ടയായ പാലക്കാട് ജില്ല അതിന്റെ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിനെതിരെ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തെ പിറകിൽ കടന്നു വരികയാണ്. പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് ഞങ്ങളെ തൊട്ടാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൽക്കാലം ഒന്ന് തോറ്റതേ ഉള്ളൂ, ഞങ്ങൾ ആരും ഒലിച്ചു പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-ന്റെ ആയിരക്കണക്കിന് പ്രവർത്തകർ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തെ പിറകിൽ കടന്നു വരികയാണ്. ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് പാലക്കാട്. അതിന്റെ ഹെഡ്ക്വാർട്ടറിൽ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിൽ കല്ലെറിഞ്ഞാൽ CPIM-ന്റെ പ്രവർത്തകരെ ആക്രമിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-ന്റെ പ്രവർത്തകർ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ടുള്ള മാർച്ച് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വരികയാണ്. ജാതിമത വർഗീയ ശക്തികളുടെ കൂട്ടായ്മയിൽ പണച്ചാക്കിന്റെയും നുണച്ചാക്കുകളുടെയും ബലത്തിൽ തൽക്കാലം ഒന്ന് ജയിച്ചു കയറിയ UDF-ന്റെ ഗുണ്ടാ സംഘവും കൂട്ടുചേർന്ന് പോലീസും ഇന്നലെ നടത്തിയ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിനെതിരെ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPIM-ന്റെ പ്രവർത്തകർ നടത്തുന്ന മാർച്ച് ഈ വാഹനത്തെ പിറകിൽ കടന്നു വരികയാണ്. അധികാരത്തിന്റെ തിളപ്പിൽ CPIM-നെ ആക്രമിക്കാനാണ് തുനിയുന്നതെങ്കിൽ കയ്യും കെട്ടി ഞങ്ങൾ ഇരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആളിക്കത്താൻ ഞങ്ങൾ മടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-ന്റെ പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വരുന്നത്. ജാതിമത വർഗീയ ശക്തികളുടെയും നുണച്ചാക്കുകളുടെയും കള്ളപ്രചരണങ്ങളുടെയും മറവിൽ താൽക്കാലികമായി ജയിച്ചു കയറിയ UDF-ന്റെ ഗുണ്ടാ സംഘം CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിന് നേരെ പോരിന് വന്നാൽ കയ്യും കെട്ടി ഞങ്ങൾ ഇരിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-ന്റെ വിശലന്മാരായ പ്രവർത്തകർ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വരികയാണ്. ഞങ്ങളൊന്ന് തോറ്റിട്ടേ ഉള്ളൂ, ഞങ്ങൾ ആരും ഒലിച്ചു പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPI-ന്റെ ഉശിരന്മാരായ പ്രവർത്തകർ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വരികയാണ്. ജാതിമത വർഗീയ ശക്തികളുടെയും കള്ളപ്രചരണങ്ങളുടെയും നുണപ്രചരണങ്ങളുടെയും പണച്ചാക്കുകളുടെയും നുണച്ചാക്കുകളുടെയും ബലത്തിൽ തൽക്കാലം ഒന്ന് ജയിച്ചു കയറിയ UDF ഗുണ്ടാ സംഘം CPIM-ന് നേരെ പോരിന് വന്നാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരം ലഭിച്ചതിന്റെ ലഹരിയിൽ ആവേശത്തിൽ ഇന്നലെ വൈകുന്നേരം CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിന് നേരെ കല്ലെറിയാനും അതിന് കൂട്ടുനിൽക്കാൻ പോലീസും ചേർന്ന് നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് UDF ഗുണ്ടാ സംഘവും കൂട്ടുചേർന്ന് പോലീസും ഇന്നലെ ഞങ്ങളുടെ ഓഫീസിന് നേരെ ആക്രമണങ്ങൾ അയച്ചുവിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ തല്ലിച്ചയച്ച നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPIM-ന്റെ ആയിരക്കണക്കിന് പ്രവർത്തകർ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് ഞങ്ങളെ കല്ലെറിഞ്ഞാൽ ഞങ്ങളുടെ ചോരയും ജീവനുമായ പാർട്ടി ആഫീസിനെതിരെ ആക്രമിക്കാൻ മുതിർന്നാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല, തിരിച്ചടിക്കും കട്ടായെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-ന്റെ ഉശിരന്മാരായ പ്രവർത്തകർ ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ വാഹനത്തിൽ പിറകിൽ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. CPIM-നെ തൊട്ടുകളിക്കണ്ട, CPIM-ന്റെ ചെങ്കോട് തൊട്ടുകളിക്കണ്ട, CPIM-ന്റെ ആഫീസറെ കല്ലെറിയാൻ വന്നാൽ കയ്യും കെട്ടി ഞങ്ങൾ നോക്കിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ UDF-ന്റെ ഗുണ്ടാ സംഘവും പോലീസും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPI-ന്റെ ഉശിരന്മാരായ സഖാക്കൾ ആയിരക്കണക്കിന് സഖാക്കൾ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് ഈ വാഹനത്തിന് പിറകിൽ ഒരു താക്കീതുമായി കടന്നു വരികയാണ്. പ്രതിഷേധിക്കുക. CPIM-ന്റെ ആഫീസിനെതിരെ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. CPIM-ന്റെ ആഫീസ് എന്നാൽ ഞങ്ങളുടെ ചോരയും ജീവനും ഹൃദയവുമായ CPIM-ന്റെ ആഫീസിനെതിരെ ആക്രമിക്കാൻ മുതിർന്നാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തിരിച്ചടിക്കും കട്ടായം അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു താക്കീത് നൽകിക്കൊണ്ടുള്ള മാർച്ചാണ് ഈ വാഹനത്തിന് പിറകിൽ വന്നുകൊണ്ടിരിക്കുന്ന. അധികാരം ലഭിച്ചാൽ ഭരിച്ചു മുന്നേറിക്കൊള്ളണം, അതുകൊണ്ട് ഞങ്ങളുടെ ഓഫീസിനെതിരെ ആക്രമിച്ചാൽ കയ്യും കെട്ടിയിരിക്കുമെന്ന് UDF ഗുണ്ടകൾ അതിന് കൂട്ടുചേർന്ന പോലീസും ഓർമ്മിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഈ
വാഹനത്തിന് പിറകിൽ കടന്നു വരികയാണ്. അധികാരത്തിന്റെ തിളപ്പിൽ CPIM-നോട് ഏറ്റുമുട്ടാനാണ് ഭാവമെങ്കിൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-ന്റെ പ്രവർത്തകർ, ആയിരക്കണക്കിന് പ്രവർത്തകർ ഇതാ ഈ വാഹനത്തിന് പിറകിൽ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇതാ വാഹനത്തിന് പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ജാതി മത വർഗീയ ശക്തികളെയും ഉണച്ചാക്കിന്റെയും കള്ളപ്രചരണങ്ങളുടെയും മറവിൽ താൽക്കാലികമായി അധികാരം ലഭിച്ചതിന്റെ ഹുങ്കിൽ, അഹങ്കാരത്തിൽ, അതിന്റെ ആവേശത്തിൽ CPIM-ന്റെ ആഫീസിന് നേരെ ഇന്നലെ വൈകുന്നേരം UDF ഗുണ്ടകളും അതിന് കൂട്ടുചേർന്നുകൊണ്ട് പോലീസും നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ തല്ലിച്ചതച്ച നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള CPIM-ന്റെ പ്രതിഷേധ പ്രകടനം, ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരക്കുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് പിറകിൽ കടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു താക്കീത് നൽകിക്കൊണ്ട് CPIM-ന്റെ പ്രകടനം ഈ വാഹനത്തിന് പിറകിൽ കടന്നു വരികയാണ്. ഞങ്ങളൊന്ന് തോറ്റിട്ടേ ഉള്ളൂ, ഞങ്ങളെവിടെയും ഒളിച്ചു പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-ന്റെ ആയിരക്കണക്കിന് പ്രവർത്തകർ പാലക്കാട് ഇടതുപക്ഷത്തിന്റെ കോട്ടയായ പാലക്കാടിലെ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിനെതിരെ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് ഗുണ്ടകളും ലീഗുകാരും കൂട്ടുചേർന്ന് പോലീസും നടത്തിയ ആക്രമണത്തിന്റെ തേർവാഴ്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPIM-ന്റെ പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വരുന്നത്. ഞങ്ങളൊന്ന് തോറ്റിട്ടേ ഉള്ളൂ, ഞങ്ങളെവിടെയും ഒലിച്ചു പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-നെ തൊട്ടാൽ, CPIM-ന്റെ ആഫീസിൽ കല്ലെറിഞ്ഞാൽ ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗുണ്ടകൾക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പോലീസും ലീഗ് ഗുണ്ടകളും കോൺഗ്രസും ചേർന്ന് നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ തല്ലിച്ചാഴ്ച നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPIM-ന്റെ ആയിരക്കണക്കിന് പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വരികയാണ്. ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല, ഇതൊരു താക്കീതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, ഇതൊരു താക്കീതാണ്. CPIM-നെ ആക്രമിച്ചാൽ CPIM-ന്റെ ഉരുക്കുകോട്ടയാണ് പാലക്കാട്. അതിന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിനെതിരെ കല്ലെറിഞ്ഞാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു താക്കീത് നൽകിക്കൊണ്ട് അധികാരത്തിന്റെ ലഹരിയിൽ ജാതി മത വർഗീയ ശക്തികളുടെ ഉണച്ചാക്കിന്റെയും കള്ളപ്രചരണങ്ങളുടെയും മറവിൽ താൽക്കാലികമായി ജയിച്ചെന്ന് കരുതി ആക്രമിക്കാൻ മുതിർന്നാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-ന്റെ ആയിരക്കണക്കിന് പ്രവർത്തകർ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ വാഹനത്തിന് പിറകിൽ പ്രതിഷേധ പ്രകടനമായി കടന്നു വരികയാണ്. യാതൊരു കാര്യവുമില്ലാതെ CPIM-ന്റെ ആഫീസിലേക്ക് കല്ലെറിയുകയും അതിനെ തുടർന്ന് പോലീസിന്റെ കൂട്ടുചേർന്നുകൊണ്ട് സഖാക്കളെ തല്ലിച്ചതയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPIM-ന്റെ പ്രവർത്തകർ ഇതാ ഈ വാഹനത്തിന് പിറകിൽ പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് ഗുണ്ടകൾക്കെതിരെ താക്കീത് നൽകിക്കൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വരികയാണ്. അധികാരത്തിന്റെ തിളപ്പിൽ ജാതി മത വർഗീയ ശക്തികളുടെ പണച്ചാക്കുകളുടെയും നുണച്ചാക്കുകളുടെയും കള്ളപ്രചരണങ്ങളെയും മറവിൽ താൽക്കാലികമായി ജനങ്ങളുടെ കണ്ണിൽ മണ്ണിട്ട് ജയിച്ചെന്ന് കരുതി CPIM-നെ ആക്രമിക്കാൻ മുതിർന്നാൽ കയ്യും കെട്ടി ഞങ്ങൾ ഇരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കോട്ടയായ പാലക്കാട് ജില്ലയിൽ പാലക്കാട് പാർട്ടി ജില്ലാ കമ്മിറ്റി ആഫീസിനെതിരെ കയ്യോങ്ങിയാൽ കല്ലെറിഞ്ഞാൽ കയ്യും കെട്ടി ഞങ്ങൾ ഇരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-ന്റെ ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ വാഹനത്തിന് പിറകിൽ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് കടന്നു വരികയാണ്. താൽക്കാലികമായി തോറ്റെന്ന് കരുതി ഞങ്ങളെവിടെയും ഒലിച്ചു പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-ന്റെ ഉച്ചന്മാരായ പ്രവർത്തകർ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് CPIM-ന്റെ ആഫീസ് ആക്രമിച്ച നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വരികയാണ്. അധികാരത്തിന്റെ തിളപ്പിൽ താൽക്കാലികമായി അധികാരം ലഭിച്ചതിന്റെ മറവിൽ കോൺഗ്രസ് ഗുണ്ടകളും ലീഗും കൂട്ടുചേർന്ന് പോലീസും ഇന്നലെ വൈകുന്നേരം CPIM ജില്ലാ കമ്മിറ്റി ആഫീസിന് നേരെ നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPIM-ന്റെ ആയിരക്കണക്കിന് പ്രവർത്തകർ ഞങ്ങള് ഒന്ന് തോറ്റിട്ടേ ഉള്ളൂ, ഞങ്ങൾ ഒലിച്ചു പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് ഗുണ്ടകൾക്കൊരു താക്കീത് നൽകിക്കൊണ്ട് നടത്തുന്ന മാർച്ചാണ് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വരുന്നത്.
അധികാരത്തിന്റെ തിളപ്പിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിന് നേരെ കൈയോങ്ങിയാൽ കല്ലെറിഞ്ഞാൽ കയ്യും കെട്ടി ഞങ്ങൾ ഇരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗുണ്ടകൾക്കൊരു താക്കീതുമായി നടത്തുന്ന CPM പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വരുന്നത്. ജാതി മത വർഗീയ ശക്തികളുടെയും പണച്ചാക്കുകളുടെയും നുണച്ചാക്കുകളുടെയും കള്ളപ്രചരണങ്ങളുടെയും മറവിൽ താൽക്കാലികമായി ജയിച്ചെന്ന് കരുതി അധികാരത്തിന്റെ തിളപ്പ് കൊണ്ട് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിൽ നേരെ പോരിന് വന്നാൽ കയ്യോങ്ങിയാൽ കല്ലെറിഞ്ഞാൽ കയ്യും കെട്ടി ഞങ്ങൾ ഇരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPM-ന്റെ ആയിരക്കണക്കിന് വിശുദ്ധന്മാരായ പ്രവർത്തകർ ഞങ്ങൾ തോറ്റിട്ടേ ഉള്ളൂ, ഞങ്ങൾ എവിടെയും ഒലിച്ചു പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ ഒരു താക്കീത് ഗുണ്ടകൾക്ക് നൽകിക്കൊണ്ട് നടത്തുന്ന മാർച്ചാണ് ഈ വാഹനത്തിന്റെ പിറകിൽ കടന്നുവന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യവുമില്ലാതെ CPM-ന്റെ അധികാരത്തിന്റെ തിളപ്പിൽ മാർച്ച് നടത്തുമ്പോൾ CPM-ന്റെ ആഫീസിലേക്ക് കല്ലെറിയുകയും അതിനെ തുടർന്ന് നടത്തിയ ലാത്തി ചാർജ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ തല്ലിച്ചതയ്ക്കുകയും ചെയ്ത കോൺഗ്രസ്, ലീഗ്, പോലീസ്, ഗുണ്ട തേർവാഴ്ചയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ ഞങ്ങൾ തോറ്റിട്ടേ ഉള്ളൂ, ഒലിച്ചു പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കോട്ടയായ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിൽ നേരെ കല്ലെറിഞ്ഞാൽ കയ്യോങ്ങിയാൽ കയ്യും കെട്ടി ഞങ്ങൾ ഇരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPM-ന്റെ പ്രവർത്തകർ നടത്തുന്ന മാർച്ചാണ്. ഗുണ്ടകൾക്കൊരു താക്കി നൽകിക്കൊണ്ട് ഞങ്ങൾക്കെതിരെ പോരിന് വന്നാൽ കയ്യും കെട്ടിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന മാർച്ചാണ് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആഫീസിന് നേരെ കയ്യോങ്ങിയാൽ കല്ലെറിഞ്ഞാൽ കയ്യും കെട്ടിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPM-ന്റെ പ്രവർത്തകർ നടത്തുന്ന മാർച്ചാണ് ഈ വാഹനത്തെ പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഗുണ്ടകൾക്കൊരു താക്കീത് നൽകിക്കൊണ്ട് CPM-ന്റെ ആഫീസിന് നേരെ കയ്യോങ്ങിയാൽ കയ്യും കെട്ടി ഞങ്ങൾ ഇരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു താക്കീത് നൽകിക്കൊണ്ടുള്ള മാർച്ചാണ് ഈ വാഹനത്തെ പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ജാതി മത വർഗീയ ശക്തികളുടെയും കള്ളപ്രചരണങ്ങളുടെയും നുണച്ചാക്കുകളുടെയും പണച്ചാക്കുകളുടെയും ബലത്തിൽ താൽക്കാലികമായി ജയിച്ചെന്ന് കരുതി ആ ജയത്തിന്റെ തിളപ്പ് CPM-ന്റെ ആഫീസിൽ തീർക്കാനാണ് ഭാവമെങ്കിൽ CPM-ന്റെ ആഫീസിനെതിരെ ഗുണ്ടാക്രമണം നടത്തിയ കോൺഗ്രസ്, ലീഗ് ഗുണ്ടകളുടെയും കൂട്ടുനിന്ന പോലീസിന്റെയും ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് SFI ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെ തല്ലിച്ചയച്ച നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഈ വാഹനത്തെ പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊന്ന് തോറ്റിട്ടേ ഉള്ളൂ, ഞങ്ങളൊന്ന് പതുങ്ങിയിട്ടേ ഉള്ളൂ, ഞങ്ങൾ എവിടെയും ഒലിച്ചു പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാലക്കാട് ഇടതുപക്ഷത്തിന്റെ കോട്ടയായ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ആഫീസ് നേരെ കല്ലെറിഞ്ഞാൽ കയ്യോങ്ങിയാൽ കയ്യും കെട്ടി ഞങ്ങൾ ഇരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ഗുണ്ടകൾക്കെതിരെ, ലീഗ് ഗുണ്ടകൾക്കെതിരെ, UDF-ന്റെ ഗുണ്ടാവാഴ്ചക്കെതിരെ കൂട്ടുനിൽക്കുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ താക്കീത് നൽകിക്കൊണ്ട് നടത്തുന്ന മാർച്ചാണ് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കള്ളപ്രചരണങ്ങളുടെയും നുണച്ചാക്കിന്റെയും പണച്ചാക്കിന്റെയും ജാതി മത വർഗീയ ശക്തികളുടെയും ബലത്തിൽ താൽക്കാലികമായി ജയിച്ചെന്ന് കരുതി അധികാരത്തിന്റെ ഹുങ്കിൽ, തിളപ്പിൽ, അഹങ്കാരത്തിൽ, ആവേശത്തിൽ CPM-നെ ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് പ്രഖ്യാപിക്കുക. പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ടുള്ള മാർച്ചാണ് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിന്റെ ലഹരിയിൽ പൊങ്കിൽ CPM-ന്റെ ആഫീസിനെതിരെ കല്ലെറിഞ്ഞാൽ കയ്യോങ്ങിയാൽ കയ്യും കെട്ടി ഞങ്ങൾ ഇരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ ഞങ്ങൾ തൽക്കാലം ഒന്ന് തോറ്റിട്ട് വേണോ, ഞങ്ങൾ മാറിയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, എവിടെയും പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാലക്കാട് ഇടതുപക്ഷത്തിന്റെ കോട്ടയായ പാലക്കാട് ജില്ലയിലെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിന് നേരെ കല്ലെറിഞ്ഞാൽ കയ്യോങ്ങിയാൽ കയ്യും കെട്ടിയിരിക്കില്ലെന്ന് താക്കീത് നൽകിക്കൊണ്ട് CPM പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം പ്രതിഷേധ ആഹ്ലാദ പ്രകടനത്തിന്റെ മറവിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിനെതിരെ കോൺഗ്രസ് ഗുണ്ടകൾ, ലീഗും കൂട്ടുചേർന്ന് പോലീസും നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPM പ്രവർത്തകർ നടത്തുന്ന മാർച്ച് ഈ വാഹനത്തെ പിറകിൽ കടന്നു വരികയാണ്. ജാതി മത വർഗീയ ശക്തികളുടെയും കള്ളപ്രചരണങ്ങളുടെയും പണച്ചാക്കുകളുടെയും നുണച്ചാക്കുകളുടെയും ബലത്തിൽ താൽക്കാലികമായി ജനിച്ചു കയറിയ UDF ഗുണ്ടാ സംഘം
പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തെ പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിന്റെ ലഹരിയിൽ ആക്രമണത്തിന് വന്നാൽ കയ്യും കെട്ടിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ഗുണ്ടകളും ലീഗും കൂട്ടിയേർന്ന് പോലീസും ഇന്നലെ വൈകുന്നേരം നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPIMന്റെ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തെ പിറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിന്റെ ലഹരി ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ കയ്യിൽ കെട്ടിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIMന്റെ ആയിരക്കണക്കിന് പ്രവർത്തകർ ഞങ്ങൾ തോറ്റിട്ടേയുള്ളൂ, എവിടെയും പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൽക്കാലം എന്ത് തോറ്റെന്ന് കരുതി എന്തും ഇവിടെ കാട്ടാമെന്നും എങ്ങനെ ഇവിടെ ഭരിക്കാമെന്നും CPIMനെ ആക്രമിക്കാമെന്നും ഒരു കോൺഗ്രസ് ഗുണ്ടയും ലീഗ് ഗുണ്ടയും കൂട്ടുനിൽക്കുന്ന പോലീസും കരുതുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും താക്കീത് നൽകിക്കൊണ്ടുള്ള മാർച്ചാണ് ഇന്ന് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ആ മാർച്ചിന്റെ ഭാഗമായുള്ള പ്രതിഷേധം ഈ വാഹനത്തെ പിറകിൽ പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് ആയിരക്കണക്കിന് സഖാക്കൾ കടന്നു വരികയാണ്. സാമുദായിക വർഗീയ ശക്തികളുടെയും ഗുണച്ചാക്കളുടെയും പണച്ചാക്കളുടെയും ബലത്തിൽ താൽക്കാലികമായി ജയിച്ചെന്ന് കരുതി CPIMനെ ആക്രമിച്ചില്ലാതാക്കി കളയാമെന്നാണ് വ്യാമോഹമെങ്കിൽ തിരിച്ചടിക്കാൻ മടിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിന്റെ കുഴപ്പിൽ അഹങ്കാരത്തിൽ മുൻകിൽ CPIMനെതിരെ പോരിന് വന്നാൽ കയ്യിൽ കെട്ടി ഞങ്ങൾ ഇരിക്കില്ലെന്ന് താക്കീത് നൽകിക്കൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തെ പിറകിൽ കടന്നു വരികയാണ്. പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് ഇന്ന് അധികാരം ലഭിച്ചതിന്റെ ലഹരിയിൽ കോൺഗ്രസ് ഗുണ്ടകളും ലീഗും പോലീസും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഞങ്ങളുടെ സഖാക്കളെ തല്ലിച്ചതച്ച നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന്റെ പിറകിലിതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് CPIM പാലക്കാട് ഇടതുപക്ഷത്തിന്റെ കോട്ടയായ CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ഇന്നലെ വൈകുന്നേരം കോൺഗ്രസ് ഗുണ്ടകളും ലീഗും പോലീസും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അധികാരത്തിന്റെ മുമ്പിൽ CPIMനെ ആക്രമിച്ചാൽ കയ്യിൽ കെട്ടിയിരിക്കില്ല, ഇതൊരു താക്കീതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന്റെ പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തൽക്കാലം തോറ്റിട്ടുള്ളത് ഞങ്ങൾ എവിടെയും വിളിച്ചു പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIMന്റെ ആയിരക്കണക്കിന് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അധികാരം ലഭിച്ചതിന്റെ ലഹരിയിൽ മുമ്പിൽ അഹങ്കാരത്തിൽ കുഴപ്പിൽ ഇന്നലെ വൈകുന്നേരം CPIMന്റെ ഓഫീസിന് നേരെ നടത്തിയ കോൺഗ്രസ് ഗുണ്ടകളും ലീഗും കൂട്ടുനിന്ന പോലീസും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ തല്ലിച്ചയച്ച നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അധികാരത്തിന്റെ മറവിൽ കല്ലെറിഞ്ഞ ഗുണ്ടകളുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ തിരിഞ്ഞു നിന്ന ശീലം ഞങ്ങൾക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തിരിച്ചടിക്കാൻ മടിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPIMന്റെ ആയിരക്കണക്കിന് പ്രവർത്തനം നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വരുന്നത്. സാമുദായിക വർഗീയ ശക്തികളുടെയും പണച്ചാക്കുകളുടെയും മനച്ചാക്കുകളുടെയും കള്ളപ്രചരണങ്ങളുടെയും മറവിൽ താൽക്കാലികമായി ജനങ്ങളുടെ കണ്ണിൽ മണ്ണിട്ട് ജയിച്ചെന്ന് കരുതി CPIMനെ ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ കയ്യിൽ കെട്ടി ഞങ്ങൾ ഇരിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു താക്കീത് ഗുണ്ടകൾക്ക് നൽകിക്കൊണ്ടുള്ള മാർച്ച് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വരികയാണ്. അധികാരം താൽക്കാലികമായി ലഭിച്ചതിന്റെ മുമ്പിൽ അഹങ്കാരത്തിൽ ഇന്നലെ വൈകുന്നേരം CPIMന്റെ ഓഫീസിന് നേരെ കോൺഗ്രസ് ഗുണ്ടകളും ലീഗും കൂട്ടുനിന്ന പോലീസും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ തല്ലിച്ചതച്ച നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ ഞങ്ങൾ തൽക്കാലം തോറ്റിട്ടേയുള്ളൂ, ഒലിച്ചു പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ കൊടുങ്കാറ്റ് പോലെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഈ വാഹനത്തെ പിറകിൽ ഒരു താക്കീത് നൽകിക്കൊണ്ട് കടന്നു വരികയാണ്. പ്രതിഷേധിക്കുക നാട്ടുകാരെ. പാലക്കാട് ഇടതുപക്ഷത്തിന്റെ കോട്ടയായ പാലക്കാട് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ താൽക്കാലികമായി അധികാരം ലഭിച്ചതിന്റെ മുമ്പിൽ ആക്രമണം നടത്തിയ കോൺഗ്രസ് ഗുണ്ടകളുടെയും ലീഗിന്റെയും പോലീസിന്റെയും ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ തല്ലിച്ചതച്ച നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഒന്ന് തോറ്റിട്ടേയുള്ളൂ, ഞങ്ങൾ ഒലിച്ചു പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ കയ്യിൽ കിട്ടിയിരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ ഒരു കൊടുങ്കാറ്റിന്റെ പ്രതിഷേധവുമായി ഈ വാഹനത്തെ പിറകിൽ കടന്നു വരികയാണ്. ഞങ്ങളെ ആക്രമിക്കാനാണ് ശ്രമമെങ്കിൽ
ആക്രമിച്ചില്ലാതാക്കാനാണ് ഭാവമെങ്കിൽ കയ്യും കെട്ടി നോക്കിയിരിക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CPM-ന്റെ ആയിരക്കണക്കിന് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തെ പിറകിൽ കടന്നു വരുന്നത്. ജാതി മത വർഗീയ ശക്തികളുടെ ബലത്തിൽ, പണച്ചാക്കുകളുടെയും നുണച്ചാക്കുകളുടെയും കള്ളപ്രകടനത്തിന്റെയും ബലത്തിൽ താൽക്കാലികമായി ജനങ്ങളുടെ കണ്ണിൽ മണ്ണിട്ട് താൽക്കാലികമായി ജയിച്ചു കയറിയ UDF ഗുണ്ടാ സംഘം ഇന്നലെ വൈകുന്നേരം CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഒരു കൊടുങ്കാറ്റ് പോലെ വാഹനത്തെ പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ ഓഫീസിൽ കല്ലെറിഞ്ഞാൽ കൈ നീട്ടിയാൽ തിരിച്ചടിക്കാൻ മടിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു താക്കി നൽകുന്ന മാർച്ചാണ് ഈ വാഹനത്തെ പിറകിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല ബാനർ വേണ്ടേ? എല്ലാ സഖാക്കളും റോഡ് വിട്ട് ഇങ്ങനെ കയറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുക.